അതിനൊക്കെ അടിസ്ഥാനപരമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മികമാവുന്നതായ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാവണം നമ്മളെ വിദ്യാർത്ഥികളൊക്കെ ചെയ്യേണ്ടത്. ഇത് സമസ്ത മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളെ ഈ വിദ്യാർത്ഥിനികളും ഈ അതിർവരമ്പിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കപ്പെടണം. അവരുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി വേണം, അവരുടെ സാമൂഹിക ജീവിതത്തിൽ വിശുദ്ധി വേണം, അവരുടെ സാംസ്കാരിക ജീവിതത്തിൽ വിശുദ്ധി വേണം, അവരുടെ മറ്റുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശുദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ വിശുദ്ധി എപ്പോഴും അതൊരു അടിസ്ഥാനമായി കൊണ്ടാവണം ആ കുട്ടികൾ എല്ലാ മേഖലയിലും പ്രവർത്തിക്കേണ്ടത്. അത് ഏത് വിദ്യാഭ്യാസം അവർ അഭ്യസിച്ചാലും ഈ ഒരു ചട്ടക്കൂടുന്ന ആ കുട്ടികൾ പോകാൻ പാടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ, ആ കുട്ടികളുടെ ഓരോ ദിവസത്തെയും അവർക്കുള്ളതായ ജീവിതത്തിൽ അവർ പാലിക്കേണ്ടതായ ഒരു ടൈം ടേബിൾ. അപ്പോൾ അതനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുത്ത് അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ ഇവിടെ പറയപ്പെട്ടതുപോലെ ചെറിയ പ്രയാസങ്ങളൊക്കെ ആദ്യം കുട്ടികൾക്കുണ്ടാവും. കാരണം വളരെ സ്വതന്ത്രമായ ഒരു ചുറ്റുപാടിൽ ജീവിച്ച് ഇവിടെ വന്ന് പഠിക്കുമ്പോൾ പ്രത്യേകമാവുന്ന ചില നിയമങ്ങൾക്കും നിബന്ധനകൾക്കൊക്കെ വഴിപ്പെടുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ചില പ്രയാസങ്ങൾ കുട്ടികൾക്ക് ആദ്യം ഉണ്ടാവും മാനസികമായിട്ട്. അതിനോട് പിന്നെ അവർ ഇണങ്ങിച്ചേരണം. ഇണങ്ങിച്ചേരണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കന്മാരാവുന്ന നിങ്ങളിൽ നിന്നുള്ള നല്ല പ്രചോദനം ഉണ്ടാവണം. അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വലുതാക്കിക്കൊണ്ട് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. അതിപ്പോൾ ചില മക്കളെ കല്യാണം ചെയ്താൽ രാവിലെ മുതൽ ഉമ്മാർ വിളി കൊടുക്കും, എങ്ങനെയുണ്ട് ചായക്ക് എന്തെന്ന് കടി, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെയ്യുന്നത്, അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞോ, അമ്മായിമ്മ നിന്നെ എങ്ങനെയാണ് നോക്കിയത്, അമ്മായിമ്മേൻ്റെ കണ്ണ് എങ്ങനെയാണ് ആ സമയത്ത്. അപ്പോൾ കുട്ടി പലതും കുട്ടീൻ്റെ ഭാവനയുള്ള പലതും കുട്ടി സ്വന്തം ഉമ്മാനോട് പറയാൻ തുടങ്ങും. അപ്പോൾ എന്നും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എന്നതുപോലെ കുട്ടികളെ നമ്മൾ ഇവിടെ ആക്കിയാൽ ഇവിടെ കുട്ടികൾക്ക് മാന്യമായ ഭക്ഷണം നൽകും, മാന്യമായ നിലക്കുള്ള പെരുമാറ്റമായിരിക്കും അവരോടുണ്ടാവുന്നത്. അവർ പരസ്പരം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കും. അവർക്കുള്ള സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഇവിടെ ഉണ്ട്. പക്ഷേ അതിനോട് അവരെ ലയിപ്പിക്കണം നമ്മൾ. ആ ലയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കന്മാർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിതാക്കന്മാരും കുട്ടികളോട് ഇങ്ങനെ ഈ സാഹചര്യവുമായി ഇണങ്ങിച്ചേരാൻ ഒരു മാസത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് അതും ഉണ്ടാവില്ല. ഒരു മാസം 15 ദിവസം കഴിയുമ്പോൾ ഇതുമായിട്ട് അവർ ഇണങ്ങിച്ചേർന്നു. പിന്നെ അവരുടെ ലോകം ഇതായി മാറി. അവരുടെ എല്ലാം ഇവിടുത്തെ അവരുടെ സതീർത്ഥരും അവരുടെ അധ്യാപികന്മാരും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ നിലക്ക് അവരെ നല്ല വനിതകളായിക്കൊണ്ടിട്ട് ഈ രാജ്യത്തിലേക്ക് ഉപകരിക്കണം, വീടിന് ഉപകരിക്കണം, കുടുംബത്തിലേക്ക് ഉപകരിക്കണം, അവരുടെ കുടുംബ ജീവിതത്തിൽ ഉപകരിക്കണം, അവർക്കുള്ള ഭാവി ജീവിതത്തിൽ ഉപകരിക്കണം. ഇങ്ങനത്തെ എല്ലാ നിലക്കുള്ളതായ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു സംവിധാനമാണ് SINAC കീഴിലായിക്കൊണ്ടുള്ള സ്ത്രീകൾക്ക് മാത്രമായുള്ള ഈ ലൈഫ് സ്കീം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായി സഹകരിച്ചു കൊണ്ടിട്ട് ഈ പദ്ധതി വിജയിപ്പിക്കാനും നമ്മളെ കുട്ടികൾ അതോടൊപ്പം നമ്മളെ കുട്ടികൾ പഠിച്ച് വലുതായി വലിയ വലിയ ആളുകളായി തീരാനും നമ്മളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും പ്രചോദനവും ഒക്കെ ആവശ്യമാണ്. ആ നിലയ്ക്ക് ഇതൊരു സംഭവമായി കൊണ്ട് അള്ളാഹു വലിയൊരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുള്ള തൗഫീഖും ഹിഫ്ളും ഇനായത്തൊക്കെ ഇതിൻ്റെ മേൽ അള്ളാഹു വർഷിപ്പിച്ചു തരട്ടെ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.